Hi everybody, welcome back to another class of Labor Law. Today in Labor Law, we are going to discuss the Trade Unions Act 1926, a very important topic. The Trade Unions Act of 1926 came into force on 1st June 1927 and it extends to whole of India. This act has total 33 sections. Out of these 33 sections, we will be discussing the most important sections in this video. According to Section 2H of the Trade Unions Act 1926, trade union means any combination, whether temporary or permanent, formed primarily for the purpose of regulating the relations between workmen and employers, workmen and workmen, or employers and employers, or for imposing restrictive conditions on the conduct of any trade or business, and a trade union may also include two or more trade unions within itself. എന്താണ് ഒരു ട്രേഡ് യൂണിയൻ? ഏതൊരു കോമ്പിനേഷൻ, അത് ടെമ്പററി ആയിക്കോട്ടെ പെർമനന്റ് ആയിക്കോട്ടെ, ആ കോമ്പിനേഷൻ ഫോം ആയിരിക്കുന്നത് വർക്കേഴ്സും തമ്മിലുള്ളതോ വർക്കേഴ്സും എംപ്ലോയേഴ്സും തമ്മിലുള്ളതോ അല്ലെങ്കിൽ എംപ്ലോയേഴ്സും തമ്മിലുള്ളതോ ആയ റിലേഷൻഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസോട് കൂടിയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ ഫോം ആയിരിക്കുന്നത് ഒരു ട്രേഡിൻ്റെയോ ബിസിനസ്സിൻ്റെയോ കോണ്ടക്റ്റില് സ്വഭാവത്തില് ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള കോമ്പിനേഷനെ അത് ടെമ്പററി ആയിക്കോട്ടെ പെർമനൻ്റ് ആയിക്കോട്ടെ നമുക്ക് ട്രേഡ് യൂണിയൻ എന്ന് വിളിക്കാം. പിന്നെയോ ഒരു ട്രേഡ് യൂണിയൻ എന്നത് രണ്ടോ അതിലധികമോ ട്രേഡ് യൂണിയനുകൾ ചേർന്നതും ആകാവുന്നതാണ്. So what is a trade union? It is a combination, whether temporary or permanent, formed primarily for the purpose of regulating the relations between workmen and employers, workmen and workmen, or employers and employers, or for imposing restrictive conditions on the conduct of any trade or business, and a trade union may also include two or more trade unions within itself. Now, the objects of trade union include to secure fair wages for the workers, to safeguard security of tenures, to improve the living conditions of workers, to offer good cooperation in improvement of production, and to increase promotion opportunities of individuals and collective welfare. These are the 5 major objects of trade unions. വർക്കേഴ്സിന് ഫെയർ വേജസ് ഉറപ്പാക്കുക, വർക്കിംഗ് പ്ലേസസിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, വർക്കേഴ്സിൻ്റെ ലിവിങ് കണ്ടീഷൻസ് മെച്ചപ്പെടുത്തുക, വർക്കിംഗ് പ്ലേസിൽ വർക്കേഴ്സിൻ്റെ കോഓപ്പറേഷൻ മെച്ചപ്പെടുത്തി അതുവഴി പ്രൊഡക്ഷനിൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്തുക, വർക്കേഴ്സിൻ്റെ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുക, കളക്റ്റീവ് വെൽഫെയർ അച്ചീവ് ചെയ്യുക. ഇതൊക്കെയാണ് ട്രേഡ് യൂണിയൻസിൻ്റെ മെയിൻ ഒബ്ജക്ട്സ്. Now, registration of trade union, sections 3 to 13 of the Trade Unions Act 1926 deals with the registration of trade union. Almost 11 sectionsൽ ട്രേഡ് യൂണിയൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ. ഓരോരോ സെക്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ട്രേഡ് യൂണിയൻ്റെ രജിസ്ട്രേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രാർസിനെ അപ്പോയിൻമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്നു ഫോർ ഈച്ച് സ്റ്റേറ്റ്. നെസസറി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അഡീഷണൽ രജിസ്ട്രാർസ് ഓർ സബ് രജിസ്ട്രാർസിനെ അപ്പോയിൻമെന്റ് ചെയ്യുന്നുണ്ട്. അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് മേ അപ്പോയിന്റ് എ രജിസ്ട്രാർ or if necessary additional registrars or deputy registrars for each state under section 3 of this act. Section 4 deals with mode of registration. Every trade union has to be necessarily registered. For the purpose of registration, the following 2 conditions must be satisfied. There must be 7 or more members for the registration, and the members have to subscribe their names to the rules of the trade. Section 4 പ്രകാരം എല്ലാ ട്രേഡ് യൂണിയനും
രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട് രജിസ്ട്രേഷന്. ഏതൊക്കെയാണ് 2 കണ്ടീഷൻസ്? ദർ മസ്റ്റ് ബി 7 or more members. 7 അതിൽ കൂടുതലോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെയോ ഈ മെമ്പേഴ്സ് അവരുടെ പേരുകൾ റൂൾസ് ഓഫ് ദ ട്രേഡിൽ നൽകിയിരിക്കണം. ദ മെമ്പേഴ്സ് ഹാവ് ടു സബ്സ്ക്രൈബ് ദെയർ നെയിംസ് ടു ദ റൂൾസ് ഓഫ് ദി ട്രേഡ്. സെക്ഷൻ 5 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷന് 3 പർട്ടിക്കുലേഴ്സ് ഉൾപ്പെടുന്നതായിരിക്കണം. നമ്പർ 1, ആപ്ലിക്കേഷൻ നൽകുന്ന മെമ്പേഴ്സിന്റെ നെയിം, ഒക്യുപ്പേഷൻ, അഡ്രസ് ഉണ്ടായിരിക്കണം. നമ്പർ 2, ട്രേഡ് യൂണിയന്റെയും അതിന്റെ ഹെഡ് ഓഫീസിന്റെയും നെയിം, അഡ്രസ് ഉണ്ടായിരിക്കണം. നമ്പർ 3, ട്രേഡ് യൂണിയന്റെ ഓഫീസ് ബെയറേഴ്സിന്റെ നെയിം, അഡ്രസ്, ഏജ്, ഒക്യുപ്പേഷൻ ഉണ്ടായിരിക്കണം. ട്രേഡ് യൂണിയൻ ഫോമായിട്ട് 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് യൂണിയന്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാണിക്കുന്ന ജനറൽ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തിയിരിക്കണം. സെക്ഷൻ 5 ഓഫ് ദി ആക്ട് ഡീൽസ് വിത്ത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. Application for registration must contain the following 3 particulars. Number 1, name, occupation and address of the members making the application. Number 2, the name and address of the trade union and its head office. Number 3, the names, ages, addresses and occupations of the office bearers of the trade union. If the trade union is in existence for more than 1 year, then the application should also contain a general statement of the assets and liabilities of the trade union during that period. സെക്ഷൻ 5 ആപ്ലിക്കേഷനിൽ ഉൾപ്പെടേണ്ട 3 പർട്ടിക്കുലേഴ്സ് പഠിച്ചു. ഇനി ആപ്ലിക്കേഷൻ തനിയെ കൊടുത്താൽ മതിയോ? പറ്റില്ല. സെക്ഷൻ 6 റൂൾസ് ഓഫ് ദി ട്രേഡ് യൂണിയനെ കുറിച്ച് പറയുന്നു. ഈ റൂൾസ് ഓഫ് ദി ട്രേഡ് യൂണിയനിൽ ഈ ആപ്ലിക്കേഷൻ നൽകുന്ന മെമ്പേഴ്സിൻ്റെ പേര് വിവരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതും ഈ ആപ്ലിക്കേഷനോട് കൂടി ചേർത്താണ് നൽകേണ്ടത്. The rules of the trade union must include name and objects of the trade union, the lawful purposes for the usage of general fund, maintenance of the list of members, provisions of adequate inspection facility, the designation of the post of workers, the conditions under which the fund benefit goes to the workers, the mode of admission of honorary office bearers, the amount of subscription, the mode of amendment of the rules of the trade union, the method of removal of office bearers, the manner of dissolution of the trade union. രജിസ്ട്രാറിൻ്റെ അടുക്കൽ ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ ആപ്ലിക്കേഷനെ പറ്റി ഒരു പഠനം നടത്തുന്നു. ഈ ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആണ്, അതുപോലെ തന്നെ അതിൽ ആവശ്യമായ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് രജിസ്ട്രാറിന് ആവശ്യപ്പെടാവുന്നതാണ്. അതുപോലെ ഈ കോമ്പിനേഷൻ്റെ നെയിം ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ്റെ നെയിമോട് റിസംബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സാമ്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഈ കോമ്പിനേഷൻ്റെ നെയിം മാറ്റുവാൻ വേണ്ടി രജിസ്ട്രാറിന് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി രജിസ്ട്രാർ ആവശ്യപ്പെട്ടിട്ടും ഈ ഒരു കോമ്പിനേഷൻ നെസസറി ആയിട്ടുള്ള ഫോർമാലിറ്റീസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഫർമേഷൻ കൊടുക്കുവാൻ വേണ്ടി നിരസിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ രജിസ്ട്രാർ ആവശ്യപ്പെട്ടിട്ടും പേര് മാറ്റുവാൻ റെഫ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രജിസ്ട്രാറിന് ഈ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യാവുന്നതാണ്. Section 7 deals with the power of registrar to call for further particulars and to require alteration of name if the name of this combination resembles the name of an existing trade union. Registrar can refuse the registration if the combination does not comply with necessary formalities or if it refuses to give required information, if it refuses to alter its name. If the registrar is satisfied with the application, then he will register the trade union under Section 8 of the Act and will issue a certificate of registration under Section 9. സോ ആപ്ലിക്കേഷൻ ഈ രജിസ്ട്രാർക്ക് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നിയാൽ അദ്ദേഹം ട്രേഡ് യൂണിയനെ രജിസ്റ്റർ ചെയ്യും അണ്ടർ സെക്ഷൻ 8. എന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും അണ്ടർ സെക്ഷൻ 9. സെക്ഷൻ 10 ഡീൽസ് വിത്ത് ദി ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. The certificate of registration which is obtained under section 9 of this act can be withdrawn or cancelled by the registrar under the following 4 situations. Number 1, on the application of members of the trade union. Number 2, if the certificate is obtained by fraud or mistake, etc. If the trade union has willfully contravened the provisions of the act. And number 4, if the original rules of the trade union is cancelled. 2 months prior notice to the trade union members
must be given by the registrar explaining the grounds for this withdrawal or cancellation. ഈ ഒരു വിഡ്രോവലിൻ്റെയോ അല്ലെങ്കിൽ ക്യാൻസലേഷൻ്റെയോ റീസൺസ് കാണിച്ചുകൊണ്ട് 2 months ബിഫോർ ആയിട്ട് പ്രയോർ നോട്ടീസ് ട്രേഡ് യൂണിയൻ മെമ്പേഴ്സിന് രജിസ്ട്രാർ കൊടുത്തിരിക്കണം ബിഫോർ ദ ക്യാൻസലേഷൻ. Let's see the characteristics or features of a registered trade union. Every registered trade union is a body corporate by the name under which it is registered. കമ്പനീസ് ലോയിൽ ഇൻകോർപ്പറേറ്റഡ് കമ്പനിയുടെ ഫീച്ചേഴ്സിനെ പഠിച്ചതാണ്. ആ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനും വരുന്നു ബിക്കോസ് ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് ബോഡി. ഇറ്റ് ഹാസ് പെർപെറ്റുവൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. It has power to acquire both movable and immovable properties. It can sue and can be sued. It can enter into any contract.